ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ കാലത്തെ ഇവിടെ നമുക്ക് ഒരു അൺബോക്സിങ് തന്നെ ആക്കല്ലേ. കാരണം കുറേ ദിവസമായിട്ട് ഇപ്പോൾ ട്രെൻഡുകളിൽ കുറേ ഐറ്റംസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. കുറേ അൺബോക്സ് ചെയ്യാനുണ്ട്, കുറച്ചൊക്കെ ഞാൻ അൺബോക്സ് ചെയ്യുന്നുണ്ട്, പിന്നെ മക്കളൊക്കെ അൺബോക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറേ ആയി ട്രെൻഡുകൾ നോക്കി നിൽക്കുന്നു കേട്ടോ. ഈ ഒരു ചെരുപ്പ് പല പല കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. പക്ഷെ എനിക്ക് ഈ ബ്ലൂ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഞാൻ ഇത്ര ക്വാളിറ്റി പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഭയങ്കര ഷോക്കായിരുന്നു ഇത് കിട്ടിയ സമയത്ത്. എന്തൊരു സുഖമാണെന്നറിയത് ഇടാൻ. ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്, നല്ല ഒരു കംഫർട്ടബിൾ ആണ്, നമുക്ക് ഇട്ടതായിട്ട് ഫീൽ ചെയ്യൂല. എങ്ങനെ നമുക്ക് ഓടിച്ചാടി പോകാം, എല്ലാ ഡ്രസ്സിനും ഇത് മാച്ചും ആയിരിക്കും. പിന്നെ ഞാനിതാ ഈ ഒരു ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്താ തുണി, ഏതാ തുണി, സൂപ്പർ ഇട്ടത്. എന്താ പറയുക, ഭയങ്കര ക്വാളിറ്റി, ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ലീവ്സിനോടാണ് ഇപ്പം കൂടുതൽ താല്പര്യം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് കൊടുക്കാനുള്ളതുകൊണ്ട് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. നിങ്ങൾ വിചാരിക്കേണ്ട വലിയൊരു ഭയങ്കര പ്രൈസാണ്. ഇതിന് ആകെ 3-4 റിയാലൊക്കെ ഉള്ളൂ. ആ ചപ്പലിനാകെ ഞാൻ മേടിച്ചത് 4 റിയാലിനാണ്. ഇത് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് സൂപ്പർ അടിപൊളി ഐറ്റമാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, നമുക്ക് ഫീഡിങ്ങിനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ സ്ലീവ്സ് ഇതുപോലെ കുറച്ചും കൂടെ ഒരു നല്ലൊരു മോഡലാണ്. പിന്നെ നമുക്ക് എപ്പോഴും ഇസിരിട്ടൊന്നും പുറത്തിറങ്ങാൻ കഴിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ആണ് ഇപ്പോൾ എടുക്കാറുള്ളത്. ഇതിനൊക്കെ 4 റിയാലേ ഉള്ളൂ കേട്ടോ. ഭയങ്കര വിലക്കുറവാണ്, ചീപ്പായിട്ടാണ് ഞാൻ മേടിച്ചത്. ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ഷേപ്പൊന്നും അങ്ങനെ കാണിക്കാത്തൊരു ടൈപ്പാണ്. നമ്മളെ ആപ്പിൽ എങ്ങനെയാണോ കാണുന്നത് അതേ സെയിം സാധനമാണ് കയ്യിൽ കിട്ടുമ്പോൾ. യാതൊരുവിധ മാറ്റമോ കളർ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഇതിലും കുറഞ്ഞ വിലയ്ക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ട്രെൻഡ്യുകൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ലിങ്കും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഓപ്ഷനിൽ കാണുന്നില്ല, മുകളിലായിട്ട് കോഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ ഒരു സൈഡിൽ നിങ്ങൾ എൻ്റെ ബീബ YT എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്ററാണ് ഫുള്ള്, BEEBAYT എന്ന് പറയുന്ന ഈ ഒരു കോഡ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിതാ ഇത്രയും എമൗണ്ട് ഡിസ്കൗണ്ട് ആയിട്ടാണ് കിട്ടുക. ചില സമയങ്ങളിൽ ട്രെൻഡ്യുകൾ ഹ്യൂജ് ഡിസ്കൗണ്ട് ആണ് ഇടാറുള്ളത്. ഞാൻ നോർമലി പാമ്പേഴ്സൊക്കെ മേടിക്കുന്നത് ട്രെൻഡ്യുകളിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം 1 റിയാലിന് എനിക്ക് 110 പാമ്പേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ വേഗം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം എൻ്റെ കോഡ് അടിച്ചിട്ട് ചില ആൾക്കാർക്ക് 600 പൈസക്കാണ് ഒരു പാമ്പേഴ്സ് വാങ്ങാൻ കഴിഞ്ഞത്. അപ്പം കുറേ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് DM അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ 2-3 ഐറ്റംസ് മേടിക്കാൻ വേണ്ടി വന്നതായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു വിലയ്ക്ക്, നിങ്ങൾ ഉദ്ദേശിച്ച വിലയ്ക്ക് ഒരു 4-5 ഐറ്റംസ് മേടിക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ. നല്ല വിലക്കുറവായിരിക്കും ഇടയ്ക്കൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാറുള്ളത്. അപ്പം നമ്മൾ ആ സ്റ്റോറി ഇടുന്ന സമയത്ത് കുറേ ആൾക്കാർക്ക് അത് ഭയങ്കര ഹെൽപ്പാണ്. നമുക്കറിയാം ഇവിടുത്തെ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു 50-60 നമ്പേഴ്സ് ഓഫ് ഡയപ്പേഴ്സിന് ഇവിടെ 5-6 റിയാലാണ്. നാട്ടിൽ 1500 രൂപ മിനിമം നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇപ്പോൾ തണുപ്പ് സീസൺ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡെയിലി നൈറ്റിൽ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പേഴ്സാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലും എൻ്റെ പാരൻസാണ് ഫോളോ ചെയ്യുന്നത്. ഞാനത് കിട്ടപ്പോൾ ഒരുപാട് പേരാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. 600 പൈസക്കൊക്കെ 110 നമ്പേഴ്സ് പാമ്പേഴ്സൊക്കെ കിട്ടുക എന്ന് പറയുമ്പം അറിയാൽ എത്രത്തോളം ഹെൽപ്പാണെന്നുള്ളത്. അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുതാ ഈ ഒരു ഐറ്റത്തിന് ഇത്രയും ഡിസ്കൗണ്ട് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വേഗം പോയിട്ട് സ്റ്റോറി ഇടാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഹെൽപ്പിംഗ് ആണ്. അപ്പം നിങ്ങൾ അതുപോലെയൊക്കെ ഇതാ ഈ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ. എസ്പെഷ്യലി നമുക്ക് പുറത്ത് ജീവിക്കുന്ന മലയാളികൾക്ക് ഈ ഒരു ആപ്പ് ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. നമ്മുടെ ഐനൂസിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു December 31, അതായത് ന്യൂ ഇയറിൻ്റെ രാത്രി. അപ്പോൾ ഞങ്ങളിതാ അവിടെ കേക്ക് കട്ട് ചെയ്ത്, അതായത് വാട്ടർമെലൻ്റെ കേക്കൊക്കെ ആയിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതാ ഈ ട്രെൻഡ്യുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട്, എത്രയാ വില എന്നൊക്കെ ചോദിച്ചിട്ട്. അവർക്കൊക്കെ ലിങ്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഡ്രസ്സാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഭയങ്കര ഈസിയാണ്. നമുക്ക് ഇനി ഫീഡ് ചെയ്യുന്ന സമയത്ത് ബാക്കിലെ സിബും ചെറുതായിട്ടൊന്ന് അഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഫീഡ് ചെയ്യാനൊക്കെ. നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചെറിയ ബേബിക്ക് ഇപ്പോൾ 1 വയസ്സായി. ഇപ്പോൾ എല്ലാവരും ഒരു മിനിമം 1 ഇയർ കഴിഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ളത്. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളുടെ ആ ഒരു സീസൺ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നല്ല രസമാണ് മാഷാഅല്ലാ. വീട്ടിലിപ്പോൾ എല്ലാവരും ഒരേ സമയമായതുകൊണ്ട് ഭയങ്കര രസമാണ് മാഷാഅല്ലാ. 3-4 വർഷമായിട്ട് ഈ കടയിൽ ചായ അഡിക്റ്റാണ് ഞാനും ഫാസിക്ക് കേട്ടോ. ഹെന്നൂബി വയറ്റിലുള്ള സമയത്ത് ഞാൻ ഈ ഷോപ്പിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളി സമാവർ ടീ കിട്ടും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കുടിക്കാറുണ്ട്. അതുപോലെ തന്നെ നട്ടപ്പാരൊക്കെ ചില സമയത്ത് ബീഫ് ബിരിയാണി, അതായത് ബീഫും പിന്നെ
കപ്പയും കൂടെയുള്ള ബിരിയാണി അത് കഴിക്കാൻ വരാറുണ്ട്. എന്താ പറയുക, അടിപൊളി ടേസ്റ്റ്, നല്ല അത്യാവശ്യം സ്പൈസി ആയിട്ട് കഴിക്കണവർക്ക് അത് വന്ന് കഴിക്കാം. അൽകുദ് ബദർസമൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ അതുള്ളത്. ലുലുവിൻ്റെ നിയർ ആയിട്ട് കാണാവുന്ന ഒരു ഷോപ്പാണ് ഫോറാം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ലൊക്കേഷനൊക്കെ ഞാൻ കാര്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നൂസിനും അനൂസിനൊക്കെ ഈ ഒരു ഹോസ്പിറ്റലിൽ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഫാസിക്ക ഇവിടെ നിന്നായിരുന്നു കുറേയൊക്കെ ഫുഡുകൾ കൊണ്ടുവന്ന് തരൽ. പിന്നെ ഉമ്മയും ഫാസിക്കാൻ്റെ ഉമ്മയൊക്കെ ഫാസിക്കിനോട് റിക്വസ്റ്റ് ചെയ്യുന്നൊരു ഷോപ്പും കൂടിയാണ്. ആ കടയിൽ നിന്ന് തന്നെ പോയിട്ട് മേടിക്കണേ, ആ കടയിൽ നിന്ന് തന്നെ ചായ കൊണ്ടുവരുന്നൊക്കെ പറയുന്നൊരു കടയാണിത്. ഇത് 4 ദിവസത്തിൽ നടന്നിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിലൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചിരുന്ന ചില ദിവസങ്ങളിൽ എനിക്ക് വീട് മുഴുവൻ തുടയ്ക്കാനും ക്ലീൻ ചെയ്യാനും സമയം കിട്ടാറില്ല. അപ്പോൾ എല്ലാ മക്കളും ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കിച്ചണ് ഇതുപോലെ സോപ്പ് പൗഡറൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുക്കും ആദ്യം. എന്നിട്ട് പിന്നെ ഡെറ്റോളൊക്കെ വെച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം കിച്ചണ് ഡെയിലി തുടക്കാറുണ്ട് കേട്ടോ. ഡെയിലി ഞാൻ തുടക്കാൻ ശ്രമിക്കും. കഴിയാത്ത ചില ദിവസങ്ങളൊക്കെ ഉണ്ട്. മോളിങ്ങനെ മുട്ടുകുത്തി നടക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോന്ന് വായിലേക്കിടും. വല്ല മുടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ വായിലേക്കിടുന്നൊരു പ്രായമായതുകൊണ്ട് ദിവസം ഇങ്ങനെ ക്ലീൻ ആക്കേണ്ട ഒരു ആവശ്യമുണ്ട്, ഇപ്പം നിർബന്ധമാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഡെറ്റോൾ ഇട്ടിട്ടാണ് തുടക്കുക. പിന്നെ റൂമൊക്കെ 2-3 പ്രാവശ്യമൊക്കെ തുടക്കും. നല്ല വെള്ളത്തോട് കൂടി തുടക്കും. പിന്നെ ഒന്ന് നല്ലോണം ഡ്രൈ ആയിട്ട് തുടക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. ചില ദിവസം കുട്ടികൾ എഴുന്നേൽക്കുന്നതിന് മുൻപായിട്ട് ഞാൻ വീട് മുഴുവനും തുടച്ചെടുക്കാറുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഐനൂസിന് ഇപ്പോൾ സ്ട്രോബെറി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അവളുടെ റിയാക്ഷൻ ഒന്ന് കാണാം. ടേസ്റ്റ് ഉണ്ടടി? തിന്നുണ്ട് കേട്ടോ. ഇയാൾക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ തുടക്കലും അടിച്ചു വാരലൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ബാക്കിയുള്ള റൂമും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു നീയത്തിലാണ് കിടക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇഷാക്ക് നിസ്കരിക്കുന്ന സമയത്ത് ആളിങ്ങനെ ഈ ഒരു ടൈം നിസ്കരിക്കുന്ന ഏതൊരു സമയത്താണെങ്കിലും ആളിവിടെ വന്ന് ഇങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞ് പോകാനും സമ്മതിക്കില്ല. ആ മുസല്ലമല അങ്ങനെ ഇരിക്കുക ചെയ്യുക. ഞങ്ങളെ ഒരു കൊഞ്ചിക്കുന്ന ഒരു സമയമാണ് കേട്ടോ നിസ്കാരം കഴിഞ്ഞാൽ ആ ഒരു സമയം. പ്രാർത്ഥന ഒക്കെ കഴിയുമ്പോൾ അവിടെ ഫുൾ ടൈം കൊഞ്ചിക്കൽ തന്നെ പരിപാടി. കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്ന് തരും. പിന്നെ ഞങ്ങൾ വെക്കിട്ട പേര് രാത്രിയിലെ ബൾബ് എന്നാണ്. രാത്രി ഫുള്ള് തെളിഞ്ഞു വരും. തെളിഞ്ഞു വന്നിക്ക. എത്ര മണി? 12:44. 1 മണി. ഇങ്ങോട്ട് വന്നാ വാവു വന്നങ്ങട്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുട്ടികളെ ഭക്ഷണം കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ്ങിനേക്ക് ഇറങ്ങിയതാണ്. എനിക്ക് ക്ലീൻ ചെയ്താൽ ഭയങ്കര എന്തോ ഒരു മനസ്സുഖമാണ് കേട്ടോ. ഞാൻ ഫാസിക്കിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ളത് ക്ലീനിങ് സൈക്കോ എന്നാണ്. വിശന്നിരിക്കുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതുപോലെ തന്നെ മനസ്സൊക്കെ ഫുൾ ക്ലീനായൊരു ഫീലാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കുട്ടിക്ക് വേണ്ടിയുള്ള റെസിപ്പീസും കാര്യങ്ങളും കണ്ടുപിടിക്കുക, ഷൂട്ട് ചെയ്യുക, അങ്ങനെ പ്രൊഡക്റ്റീവ് ആവുന്നതൊക്കെ ഞാൻ ആഫ്റ്റർ ക്ലീനിങ് ഉള്ളൂ. വീടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു പുതിയൊരു കണ്ടൻറ്റോ ഐഡിയാസൊക്കെ വരുള്ളൂ. ഒരു ഉഷാറും ഉന്മേഷവും വരും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനും ബേസായിട്ട് എനിക്ക് ഫുൾ ക്ലീൻ ആയിരിക്കണം. വീടായിക്കോട്ടെ, ബാത്റൂം ആയിക്കോട്ടെ, എല്ലാ ഭാഗങ്ങളും ഒരുവിധം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കണം. അഥവാ മെസ്സിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ദേഷ്യം കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നുമല്ല. പക്ഷേ എനിക്ക് എൻ്റെ ഒരു സ്പേസ് ഭയങ്കര ക്ലീനായിരിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ സ്മെല്ലുള്ള കാര്യങ്ങൾ ഒന്നും പാടില്ല. നല്ല വൃത്തിയിൽ വീട്ടിലുള്ള ആൾക്കാരൊക്കെ വൃത്തിയായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സൈക്കോ ആണ് ഞാൻ. ശരിക്കും ഒരു സൈക്കോ ആണ് കേസ്. പിന്നെ എന്ത് ചെയ്യുന്നു? ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു 3-4-5 പ്രാവശ്യം ഇങ്ങനെ റൗണ്ട് അടിക്കലും എൻ്റെ ഒരു ഹോബിയാണ്. ഇങ്ങനത്തെ എന്തെങ്കിലും ഭ്രാന്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് അടിക്കും കേട്ടോ. പിന്നെ ഉച്ചക്കുള്ള ഭക്ഷണം തയ്യാറാക്കലും പിന്നെ ഭക്ഷണം കഴിക്കലും ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരാൾ എത്തി നോക്കും. ഭയങ്കര പരാതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരും. കുക്കിംഗ് ചെയ്യുന്ന ഭാഗത്തേക്കേ വരുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഡോർ ക്ലോസ് ചെയ്തിട്ടാണ് ഇരിക്കാറുള്ളത്. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഫാസിക പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് അൽക്കബാൽ ഷോപ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അൽക്കബാൽ എൻ്റെ ഒരു ഫേവററ്റ് സ്പോട്ടാണ്. ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ആ അണ്ടർഗ്രൗണ്ട് പോയിട്ട് ആ കിച്ചൺ
ആക്സസറീസൊക്കെ പോയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കലാണ്. ഒന്ന് വാങ്ങുമല്ലെങ്കിലും പക്ഷെ ഇങ്ങനെ നോക്കിയിരിക്കും. കാരണം ഇതൊക്കെ വാങ്ങിയിട്ട് എവിടെ കൊണ്ടുപോയി വെക്കാൻ, ഇവിടെ വീട്ടിൽ സ്ഥലമില്ല. നാട്ടിലത്തെ പോലെ ഒന്നുമില്ലല്ലോ. പോകാൻ സമയത്ത് ഈ മുടി വാരാൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. ചെറുതിനെ പിന്നെയും നമുക്ക് കിട്ടും കേട്ടോ, എന്തെങ്കിലുമൊക്കെ തലമുല വെച്ച് കൊടുക്കാൻ. അതിനത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. പക്ഷേ രണ്ടാമത്തെ ആളെ ഒട്ടും കിട്ടാറില്ല. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഷോപ്പ്. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഒരുപാട് കിച്ചൺ വെറൈറ്റി ഐറ്റംസ്, ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഞാനിവിടെ വെറുതെ വന്നിങ്ങനെ നോക്കിയിരിക്കും. ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആരാണോ അവിടുത്തെ സ്റ്റോക്കൊക്കെ എടുക്കുന്ന ആൾ, അത്രയ്ക്കും അപ്ഡേറ്റഡ് ആണ്. നമ്മൾ ഫോണിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡൽസും കാര്യങ്ങളൊക്കെ അതിലും അടിപൊളി വെറൈറ്റി കളേഴ്സിലും ഷേപ്പിലൊക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. നമ്മൾ വാങ്ങണം, ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കുന്ന ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടെയ്നേഴ്സ്, അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ. നമുക്ക് ഇവിടെ വളരെ സ്പേസ് കുറവായതുകൊണ്ട് മേടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നാട്ടിലൊക്കെ ഒരു പുതിയ വീടൊക്കെ എടുത്ത് സെറ്റിലാവുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നാട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഗൾഫിലൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ വിദേശത്ത് പോയ ആൾക്കാരൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് ഒരുപാട് ഐറ്റംസ് കൊണ്ടുവരുന്നത്. അത്രയുമാണ് ഇവിടുത്തെ വളരെ ചീപ്പിലായിട്ടും നല്ല രീതിയിലൂടെ കിട്ടുകയൊക്കെ ചെയ്യും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും. കിച്ചൺ ആക്സസറീസോ ഡെക്കറേറ്റീവ് ഐറ്റംസോ ഒക്കെ നിങ്ങൾ തിരയുന്നുണ്ടെങ്കിൽ അൽക്കബായിൽ നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് വിസിറ്റ് ചെയ്തോളണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഐഡിയാസും കാര്യങ്ങളും കിട്ടുകയും ചെയ്യും, നല്ല അടിപൊളി കളക്ഷൻസ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ആ ഒരു കാർപ്പറ്റ്. എനിക്ക് തോന്നുന്നത് ആകെ ഒരു 1.5 റിയാലോ 2 റിയാലോ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നല്ല കർട്ടനും നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം മേടിച്ചിങ്ങ് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും വരുന്നത് വരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ആൻഡ് സീ യു, ടാറ്റാ.